രാജ്യത്തെ ഏറ്റവും പഴയ സജീവ ഫുട്ബോൾ ക്ലബ്ബുകളിലൊന്നായ മുഹമ്മദൻസ് എഫ്.സി. ഇന്ത്യൻ ഫുട്ബോളിലെ മുൻനിര ലീഗായ ISL-ൽ ഇനി മത്സരിക്കും. ഇതോടെ ISL-ലെ മൊത്തം ക്ലബ്ബുകളുടെ എണ്ണം 13ആയി. മുഹമ്മദൻസിന്റെ പ്രമോഷൻ ഇന്ന് ഔദ്യോഗികമായി ISL പ്രഖ്യാപിച്ചു. ISL-ലേക്ക് I-ലീഗിൽ നിന്നും പ്രമോഷൻ നേടുന്ന രണ്ടാമത്തെ ക്ലബ്ബാണ്. കഴിഞ്ഞ സീസണിൽ പഞ്ചാബും പ്രമോഷൻ നേടി ISL-ൽ കളിച്ചിരുന്നു. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗാണ് ISL. മുഹമ്മദൻസ് എത്തിയതോടെ കൊൽക്കത്തയിലെ 3 ഐതിഹാസിക ക്ലബ്ബുകളും ISL-ലെത്തി. സെപ്റ്റംബർ 2-ാം വാരമാണ് ISL ആരംഭിക്കുന്നത്. സീസണിലെ ഫിക്ചർ ഉടൻ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2014-ൽ ആരംഭിച്ച ISL കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയിൽ ഫുട്ബോളിലും ആഗോളതലത്തിൽ ഇന്ത്യൻ ഫുട്ബോളിലും വിപ്ലവം സൃഷ്ടിക്കുകയുണ്ടായി. 2024-25 മുതൽ ആരംഭിക്കുന്ന 13 ടീമുകളുള്ള മത്സരമായ ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഇന്ത്യയിലുടനീളം ഫുട്ബോളിനോടുള്ള അഭിനിവേശം പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബംഗളൂരു FC, ചെന്നൈയിൻ FC ഗോവ, ഹൈദരാബാദ് FC, ജംഷഡ്പൂർ FC, കേരള ബ്ലാസ്റ്റേഴ്സ് FC, മുംബൈ സിറ്റി FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഒഡീഷ FC, പഞ്ചാബ് FC എന്നിവയും 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ള 3 കൊൽക്കത്തൻ ക്ലബ്ബുകളായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, ഈസ്റ്റ് ബംഗാൾ FC, മുഹമ്മദൻസ് FC എന്നിവരും അടുത്ത സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാണാൻ സാധിക്കും.